ഹലോ, ഇന്നത്തെ റെസിപ്പി ക്യാരറ്റ് അച്ചാർ. വളരെ കുറച്ച് സമയം കൊണ്ട് ഈസി ആയിട്ട് എളുപ്പത്തിൽ വേഗം എല്ലാവർക്കും റെഡിയാക്കാൻ പറ്റുന്ന ഒരു അച്ചാറാണിത്. അതിനായിട്ട് ആദ്യം പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ കടുക്, 1 ടേബിൾ സ്പൂൺ ഉലുവ മീഡിയം ഫ്ലെയിമിലിട്ട് നല്ലോണം റോസ്റ്റ് ചെയ്ത് എടുക്കണം. ചൂട് പോയ ശേഷം നല്ല പൗഡറായിട്ട് പൊടിച്ചെടുത്ത് മാറ്റി വയ്ക്കണം. പാനിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ നല്ലോണം ചൂടായ ശേഷം 1/2 ടീസ്പൂൺ കടുക്, 1 ടേബിൾ സ്പൂൺ നീളത്തിൽ മുറിച്ചിട്ടുള്ള ഇഞ്ചി, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, ആവശ്യത്തിന് വറ്റൽമുളക്, കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. 2-3 പച്ചമുളക് കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് നല്ലോണം വഴറ്റി കൊടുക്കണം. ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണം പോകുന്നത് വരെ നല്ലോണം വഴറ്റി കൊടുക്കുക. അതിനുശേഷം 2 മീഡിയം സൈസിലുള്ള ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്താണ് ഓയിലിലേക്ക് അതുകൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ക്യാരറ്റ് നല്ലോണം വണങ്ങി വരുന്നത് വരെ മിക്സ് ചെയ്ത് കൊടുക്കണം. 2-3 മിനിറ്റ് വരെ നല്ലോണം ഇളക്കി കൊടുക്കാം. ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് നല്ലോണം വണങ്ങി വന്നിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, ആവശ്യത്തിന് മുളക് പൊടി ചേർത്ത് 2-3 മിനിറ്റ് വരെ നല്ലോണം ഇളക്കി കൊടുക്കണം. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച കടുകും ഉലുവയുടെയും പൊടി ലാസ്റ്റായിട്ടാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ആവശ്യത്തിന് ആഡ് ചെയ്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം. ലാസ്റ്റായിട്ട് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വിനീഗറും നാരങ്ങാ നീര് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നാരങ്ങാ നീര് ഓപ്ഷണലാണ്, വേണമെന്നുള്ളവർ യൂസ് ചെയ്താൽ മതി. അപ്പോൾ ക്യാരറ്റ് അച്ചാർ ഇതാ റെഡി ആയിട്ടുണ്ട്. 3 മാസം വരെ ഈ അച്ചാർ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.